അമേരിക്കയുമായി കാലങ്ങളായി നിലനിന്ന ബന്ധം അവസാനിച്ചതായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. സാമ്പത്തിക രംഗത്തെ ആഴത്തിലുള്ള ബന്ധവും സൈനിക സുരക്ഷാ തലങ്ങളിലെ സഹകരണവും അവസാനിച്ചു. കാനഡയുടെ സാമ്പത്തിക രംഗം പുനരാവിഷ്കരിക്കേണ്ട സാഹചര്യമാണെന്നും മാർക്ക് കാർണി പറഞ്ഞു. കാറുകൾക്കും കാർ പാർട്സിനും നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനവും കാനഡയെ സാമ്പത്തികമായി ഉലയ്ക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Our biggest challenge as a country is becoming the most urgent. Over the coming weeks, months, and years, we must fundamentally reimagine our economy. We will need to ensure that Canada can succeed in a drastically different world. The old relationship we had with the United States, based on deepening integration of our economies and tight security and military cooperation, is over. What exactly the United States does next is unclear. But what is clear is that we as Canadians have agency. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, വിവിധ രാജ്യങ്ങൾ സഹകരണം മെച്ചപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുമ്പോൾ, അതിനായുള്ള ഉഭയകക്ഷി ചർച്ചകൾ നയതന്ത്ര ബന്ധം ആഴത്തിലാക്കാൻ ശ്രമം തുടരുമ്പോൾ, ഇവിടെ കാനഡ പറയുന്നു അമേരിക്കയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്നുവെന്ന്. അങ്ങനെ അമേരിക്കയെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് കാനഡയ്ക്ക് മുന്നോട്ട് പോക്ക് അത്ര എളുപ്പമോ? കൃഷ്ണ, തീർച്ചയായും ഈ വിഷയത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം നടന്ന ഒരു ബ്രീഫിംഗിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞത്. നമ്മളിപ്പോൾ കേട്ടതുപോലെ ആ ബന്ധമെല്ലാം അവസാനിച്ചു എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏപ്രിൽ 28 തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു കാനഡയിൽ എന്ന ഒരു യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹത്തിന്റെ വളരെ കൃത്യമായൊരു നിലപാട്, അതായത് മാർക്ക് കാർണി ഒരു നിലപാട് പറയുന്നത്. അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അമേരിക്കയ്ക്കെതിരായ ശക്തമായ ഒരു വികാരം വളർത്തിയെടുക്കുക, ആ വളർത്തിയെടുത്ത വികാരം വോട്ടാക്കി മാറ്റുക എന്ന കൃത്യമായ ഒരു അജണ്ട തന്നെയാണുള്ളത്. അതിന്റെ ഭാഗമായാണ് കാറിന്റെയും കാർ പാർട്സിന്റെയും കാര്യങ്ങളും, അതുപോലെ തന്നെ 25% നികുതി ചുമത്തിയ വിഷയങ്ങളും അധിക താരിഫ് ചുമത്തിയ വിഷയങ്ങളും എല്ലാം തന്നെ പരാമർശിക്കപ്പെട്ടത്. ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ഏറ്റവും കുറഞ്ഞ കാലഘട്ടം, അതായത് 37 മുതൽ 51 ദിവസം വരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സമയമുണ്ടാകണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഒരു സംവിധാനമാണ് കാനഡയിലെ ഭരണഘടന നിലനിൽക്കുന്ന ഭരണഘടന. ആ ഭരണഘടനയിൽ ഏറ്റവും കുറഞ്ഞ ദിവസം 37 ദിവസം മാത്രം പ്രചരണത്തിനായി തെരഞ്ഞെടുക്കുകയും, അല്ലെങ്കിൽ ആ ഇടവേള മാത്രം ലഭ്യമാക്കുകയും ശക്തമായ പ്രചരണം നടത്തുകയും മാർക്ക് കാർണി ഈ കാനഡ മുഴുവൻ സഞ്ചരിക്കുകയും ചെയ്ത് കൃത്യമായി ഈ അമേരിക്കൻ വിരുദ്ധ വികാരം കൃത്യമായി ജനങ്ങളോട് പറയാനുള്ള ഒരു നീക്കം തന്നെയാണ് നടക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, പല വിഘടനവാദ സ്വഭാവങ്ങളെയും അംഗീകരിക്കുന്ന ഒരു നിലപാട് കാനഡയുടെ ലിബറൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്, ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന ഖാലിസ്ഥാൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പാർട്ടി ഈ കാനഡയുടെ നിലവിലെ നേരത്തെ ഉണ്ടായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ ഗവൺമെന്റിനെ പിന്തുണച്ചിരുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പിന്നീട് പിന്തുണ പിൻവലിച്ചു. ആശയപരമായ പ്രശ്നങ്ങളല്ല, മറിച്ച് ചില ഭരണപരമായ പ്രശ്നങ്ങളാണ് എങ്കിൽ കൂടി ആ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു അമേരിക്കൻ വിരുദ്ധ വികാരം വളരെ കൃത്യമായി ഉണ്ടാക്കുക എന്ന അജണ്ടയോടുകൂടി കൃത്യമായ ചില വാക്കുകൾ കാർണിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് എങ്ങനെയൊക്കെ അമേരിക്കൻ വിരുദ്ധ വികാരങ്ങൾ, അമേരിക്കക്കെതിരായ വികാരങ്ങൾ വോട്ടാക്കി മാറ്റാമെന്നാണ്. നമുക്കറിയാവുന്നതാണ്, ഈ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ മറ്റു അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ കടത്തുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിമർശനമേൽക്കേണ്ടി വന്നിട്ടുണ്ട് കാനഡയ്ക്ക്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളെല്ലാം തന്നെ ഒരു കനേഡിയൻ സമൂഹത്തിനെതിരായ ഒരു വിമർശനമായി കണക്കാക്കി അമേരിക്കയെ ഒരു ശത്രുസ്ഥാനത്ത് നിർത്തി കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ സമ്പദ് വ്യവസ്ഥ അമേരിക്കയെ ആശ്രയിച്ചുകൊണ്ട് നിലനിന്നിരുന്ന പല സമ്പദ്ഘടനകളിലും വലിയ ആഘാതം സൃഷ്ടിക്കുന്ന നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങൾ വൻതോതിൽ സാമ്പത്തിക രംഗത്തെ ഉലയ്ക്കുന്നുണ്ട്. അതെല്ലാം തന്നെ പുനരാവിഷ്കരിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് കാറുകളുടെ കാനഡ അമേരിക്കയുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചെന്ന് പറയുന്നു. അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് ഐസൻ റിപ്പോർട്ട് ചെയ്യുന്നു.